ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. അധ്യായം 8. ആത്മീയ ഗുരുക്കന്മാരാകാനുള്ള അർഹത. ആർക്കാണ് താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമുള്ളത്? ആരെയാണ് നിങ്ങൾ താരതമ്യപ്പെടുത്തുന്നത്? എന്നെയോ? ആരുമായാണ് താരതമ്യം ചെയ്യുന്നത്? എന്തുകൊണ്ട്? ഏത് തലത്തിൽ നിന്നാണ് നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്? ഒരു 5ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഒരു ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയുടെ ബോധതലത്തെ മനസ്സിലാക്കാൻ കഴിയുമോ? നാം താരതമ്യപ്പെടുത്തുന്നത് തന്നെ എന്തിനാണ്? ഇതെല്ലാം പാഴായിപ്പോകുന്ന പരിശ്രമങ്ങളാണ്, വെറും പാഴ്ശ്രമം. അതിനു പകരം ദൈവനാമം ജപിക്കുക, ദൈവത്തിനായി സമർപ്പിക്കുക. ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം സമാനതയില്ലാത്തവയാണെന്നും ഒരിക്കലും ഒരുപോലെയുള്ളവയല്ലെന്നും മനസ്സിലാക്കുക. ഒന്നിനെയും ആരെയും താരതമ്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. ആ അസമാനതയിൽ ജീവിക്കുക, അതിനെ പ്രകടിപ്പിക്കുക. നിങ്ങളുടെ സ്വീകരണക്ഷമതയ്ക്ക് തുല്യമായിരിക്കും ഗുരുവിൻ്റെ യോഗ്യത. ഇത് വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിലെ അധ്യാപകനെ കിട്ടുകയില്ല. വളരുക. അപ്പോൾ ഉന്നതരായ ഗുരുക്കന്മാരെ ലഭിക്കുവാനുള്ള അർഹതയുണ്ടാകും. എല്ലാ ഗുരുക്കന്മാരും ഒന്നായിരുന്നു എന്ന് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാവർക്കും ഒരേ പ്രകാശനങ്ങളാണ് ഉള്ളത്. എല്ലാവരും ഒരേ പിതാവിൻ്റെ കുട്ടികളാണ്. നിങ്ങളും ഗുരുവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൻ്റെ പരീക്ഷണത്തിൽ വിജയിക്കുകയും അദ്വൈത സത്യത്തിൻ്റെ മണ്ഡലങ്ങളിലേക്ക് ഉയരുകയും ചെയ്യും. അംഗീകാരം. സ്വന്തം ആത്മാവ് പറയുന്നത് അനുസരിക്കുകയാണ് തന്നെ തന്നെ മോചിപ്പിക്കുവാനുള്ള ശരിയായതും നിശ്ചിതവുമായ മാർഗം. മഹാഗുരുക്കന്മാർ ചൂണ്ടുപലകകളായി നിലകൊള്ളുന്നു. നിങ്ങളെ നിങ്ങളിലേക്ക്, നിങ്ങളുടെ ആത്മാവിലേക്ക് എത്തിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾ തന്നെ പരബ്രഹ്മമാണെന്നിരിക്കെ ഞാൻ മറ്റൊരാളെ അധികാരപ്പെടുത്തുന്നത് എന്തിനാണ്? ഞാൻ നിങ്ങളെ അംഗീകരിച്ച് അധികാരപ്പെടുത്തുകയാണ്. നമ്മുടെ ലോകം തട്ടിപ്പുകളും നാട്യങ്ങളും നിറഞ്ഞതാണ്. അന്ധൻ അന്ധനെ നയിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് എൻ്റെ പ്രതിച്ഛായയാണ് തടസ്സമെങ്കിൽ എന്നെ നീക്കം ചെയ്യുവാൻ, എന്നെ അവഗണിക്കുവാൻ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞത്. അതിമോഹം പ്രത്യേക ആരാധനാ സമ്പ്രദായം വളർത്തുവാൻ കാരണമാകുന്നു. നാം അതിൽപ്പെട്ടു പോയാൽ പിന്നെ മോചനമില്ല. ഗുരുവിനെയും അദ്ദേഹത്തിൻ്റെ എല്ലാ നടപടികളെയും അംഗീകരിക്കുവാൻ നാം നിർബന്ധിതരായി തീരുന്നു. ചിലപ്പോൾ നമ്മുടെ മനസാക്ഷി പറയും അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണ്. എങ്കിലും നമുക്ക് സാമൂഹ്യ വാസന ഉള്ളതുകൊണ്ട് നാം മുമ്പിൽ നടക്കുന്നവരുടെ പിന്നാലെ പോകുന്നു. നാം നമ്മുടെ ചിന്തന പ്രക്രിയയെ മറ്റുള്ളവരുടേതിനോട് ഇണക്കുകയും ക്രമപ്പെടുത്തുകയും പിന്നെ അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇത് ആത്മവഞ്ചനയാണ്. നമ്മുടെ ഗുരു ശരിയായ വെളിച്ചത്തിലും നിറങ്ങളിലും ചിത്രീകരിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി നാം വളരെയധികം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു. നാം ഗുരുവിൻ്റെ മേൽ പല പല ഗുണമേന്മകൾ ചാർത്തുന്നു. അതെല്ലാം കൃത്രിമവും കാപട്യവുമാണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ടല്ല അങ്ങനെ ചെയ്യുന്നത്. ഒരു സാമൂഹ്യ ആവശ്യകത എന്നതിനേക്കാൾ അത് നമ്മുടെ ആവശ്യമാണ്. ഒന്നാമതായി നാം ചെയ്യുന്നത് ശരിയാണെന്ന് നമ്മെ തന്നെ ശക്തമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഒരു തെറ്റു പറ്റിയാൽ അത് സമ്മതിക്കുവാൻ നാം ആരും തയ്യാറല്ല. ഒരു പരാജയമാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ അഹംഭാവം അത് അനുവദിക്കുകയില്ല. ആ വിഷയത്തിൽ നാമെല്ലാം ഭീരുക്കളാണ്. മിക്കവാറും സന്ദർഭങ്ങളിൽ സത്യം തുറന്നു പറയുവാൻ നമുക്ക് കഴിയുകയില്ല. ഉള്ളത് തുറന്നു പറഞ്ഞ് ആത്മാഭിമാനം നിലനിർത്തുവാൻ ഞാൻ എല്ലായ്പ്പോഴും ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. കൾട്ടിസത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യൻ്റെ അരക്ഷിതത്വബോധവും ഭയവുമാണ്. ജനങ്ങളെ നിയന്ത്രണത്തിൽ നിർത്താനായി ഭയത്തെ ഉപയോഗിക്കുന്നു. കൾട്ടിനെ ഉപേക്ഷിക്കുവാൻ നമുക്ക് ഭയമാണ്. തിരിച്ചടി ഉണ്ടാകുമെന്ന് നാം ഭയപ്പെടുന്നു. അറിയുന്ന ചെകുത്താനാണ് അറിയാത്ത മാലാഖയേക്കാൾ ഭേദം എന്ന് നാം കരുതുന്നു. സന്തോഷം, നിർവൃതി, ദൈവീകത അങ്ങനെ പലതും അനുഭവിക്കുന്നതായി നാം അഭിനയിക്കുന്നു. ഒരു കപ്പലിൽ നിന്ന് അയക്കുന്ന സന്ദേശങ്ങളിൽ നിന്ന് അവയ്ക്ക് ഉപയോഗിച്ച റേഡിയോ ട്രാൻസ്മിറ്റർ തിരിച്ചറിയാൻ കഴിയും. അതുപോലെ നമ്മെ തിരിച്ചറിയാനായി ചില അടയാളവാക്യങ്ങളോ സൂചനകളോ, ഉദാഹരണം ജയ് അല്ലെങ്കിൽ ഓം, നാം കൊണ്ടു നടക്കുന്നു. ഇത് ഏറ്റവും പ്രധാനമായി നമ്മോടും പിന്നെ മറ്റെല്ലാവരോടും നാം ഏത് സംഘത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് പറയുന്നു. അങ്ങനെ നാം നമ്മെ തന്നെ മുദ്ര കുത്തുന്നു. ഇതാണ് നമ്മുടെ സ്വാസ്ഥ്യമേഖല. മറഞ്ഞിരിക്കുന്ന സത്യത്തെ തേടുന്നതിനു പകരം അസത്യത്തിൽ ജീവിക്കുവാൻ നാം തയ്യാറാകുന്നു.
അന്വേഷണത്തിന് അനിശ്ചിതത്വമുണ്ട്. അറിയുന്ന നുണ അറിയാത്ത സത്യത്തേക്കാൾ മെച്ചമാണ്. മഹാകവി അക്കിത്തം പറഞ്ഞതുപോലെ വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ഇതിൻ്റെ അർത്ഥം അനിശ്ചിതമായ സത്യത്തിലേക്കോ അറിവിലേക്കോ നമ്മെ തുറന്നു വയ്ക്കുന്നതിനേക്കാൾ സുരക്ഷിതമായത് അജ്ഞതയിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുകയാണ് എന്നാണ്. ഇത് മനുഷ്യ സ്വഭാവമാണ്. ഈ മനോഭാവം പുലർത്തുന്നത് നിഷ്ക്രിയരായ മനുഷ്യരാണ്. എനിക്ക് അവരുടെ ചിന്താഗതിയെ പിന്താങ്ങുവാൻ കഴിയുമോ? നമ്മിൽ അധികം പേർക്കും എനിക്ക് ഈ ഗുരുവിനെ അറിയാമെന്നോ ഞാൻ ഈ സംഘത്തിലെ അംഗമാണ് എന്നോ പറയുന്നത് അഭിമാനകരമായൊരു നേട്ടമായി തീരുന്നു. നിസ്വാർത്ഥ സേവനം എന്നാൽ കുറച്ചു പേരെ കൂടി കൾട്ടിലേക്ക് കൊണ്ടുവരലാണ് എന്ന് ദുർവ്യാഖ്യാനിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് എനിക്കതിനെ അംഗീകരിക്കുവാൻ കഴിയുക? നിസ്വാർത്ഥത നമ്മുടെ സ്വഭാവത്തിൻ്റെ, പ്രകൃതിയുടെ ഭാഗമായി അനുഭവിക്കപ്പെടേണ്ടതാണ്. കൾട്ട് അതിനെ പോലും സ്വാധീനിക്കുമ്പോൾ നാം അടിമകളായി പോകുന്നു, നിസ്സഹായരായ അടിമകൾ. എനിക്കതിനെ അംഗീകരിക്കുവാൻ കഴിയുകയില്ല. ഞാൻ ജനങ്ങളെ സ്വതന്ത്രരാക്കുന്നതിൽ, ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുന്നതിൽ, അഭിവൃദ്ധിപ്പെടുത്തുന്നതിൽ, സമ്പൂർണമായി മോചിപ്പിക്കുന്നതിൽ വിശ്വസിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കൾട്ട് മനോഭാവത്തിൽ ജീവിക്കുകയും തങ്ങളെ നയിക്കുന്ന ആളെ അയാൾ പറയുന്നതെല്ലാം കണ്ണുമടച്ച് വിശ്വസിച്ചുകൊണ്ട് പിന്തുടരുകയും ചെയ്യുന്ന ജനങ്ങളോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. അവരുടെ ജീവിതം ആ വിധത്തിൽ പാഴായി പോകുന്നല്ലോ. പിന്നെ അർഹതയുടെ വിഷയമുണ്ട്. നമുക്ക് ബാബാജിയുടെയോ സായിബാബയുടെയോ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെയോ രമണ മഹർഷിയുടെയോ അടുത്ത് എത്തണമെങ്കിൽ അതിനുള്ള അർഹത വേണം. ഒരു വിവേകാനന്ദൻ്റെ കാൽക്കൽ എത്തണമെങ്കിൽ അതിൻ്റെ പാത മുഴുവൻ നടന്ന് എത്തുക തന്നെ വേണം. നമ്മിൽ അധികം പേരും നമ്മുടെ സ്വാസ്ഥ്യ സാഹചര്യങ്ങളിൽ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സ്വീകരണ മുറിയിൽ ഇരുന്നു കൊണ്ടുള്ള താത്വിക ചർച്ചകളാണ് നമുക്ക് ഏറ്റവും അധികം ചേരുക. കുറേയൊക്കെ സ്വാദ് കുറഞ്ഞതായാലും പഴകിയതായാൽ പോലും വീട്ടിൽ കൊണ്ടുവന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ട് നാം തൃപ്തരാകുന്നു. ഒരു 100 അടി മാത്രം അകലെയുള്ള ഭക്ഷണശാലയിലേക്ക് നടക്കുവാൻ നമ്മുടെ സഹജമായ തമസ് അഥവാ മടി നമ്മെ അനുവദിക്കുന്നില്ല. നമ്മളിൽ ചിലർക്ക് വേറെ വഴിയില്ല. കൾട്ട് നേതാക്കൾ നമ്മുടെ നിസ്സഹായാവസ്ഥയെയും തിരഞ്ഞെടുക്കാനുള്ള അവസരമില്ലായ്മയെയും ഭയത്തെയും അഹംബോധത്തെയും മടിയെയും പണത്തെയും ചൂഷണം ചെയ്യുന്നു. അങ്ങനെ അവർ വളരുകയും നാം അധപ്പതിക്കുകയും ചെയ്യുന്നു. എനിക്ക് അങ്ങനെയുള്ളവരെ അംഗീകരിക്കുവാൻ കഴിയുകയില്ല. ഒരു ഗുരുവിനെയും ഞാൻ അംഗീകരിക്കാത്തതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ തൃപ്തികരമായി മറുപടി നൽകി എന്ന് കരുതുന്നു. കല്ലുകൾക്കിടയിൽ അപൂർവമായി രത്നവും ഉണ്ടാകാം. കാര്യമാക്കേണ്ട. എന്തായാലും അർഹത നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ താനേ രത്നത്തിലേക്ക് എത്തിച്ചേരും. അതുവരെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, തേടിക്കൊണ്ടേയിരിക്കുക. അത് പ്രയോജനപ്പെടും. എന്തുകൊണ്ടെന്നാൽ അന്വേഷണം നമ്മെ ശുദ്ധീകരിക്കുകയും നമ്മുടെ കൂർത്ത കോണുകളെ മയപ്പെടുത്തുകയും ചെയ്യുന്നു, പ്രത്യേകിച്ച് നമ്മുടെ അഹംഭാവത്തെ. ചോദ്യം: അങ്ങയുടെ ഗുരു ആരാണ്? ഉത്തരം: എനിക്ക് പല ഗുരുക്കന്മാരും ഉണ്ട്. ദത്താത്രേയ പാരമ്പര്യത്തിലേക്കും ക്രിയായോഗ പാരമ്പര്യത്തിലേക്കും ഗുരുക്കന്മാർ എനിക്ക് വഴി കാണിക്കുന്നു. അവരെല്ലാവരുമായി ഞാൻ ഏകത്വത്തിലാണ്. അതുകൊണ്ടാണ് വ്യത്യസ്തരായ ഗുരുക്കന്മാർ എന്നിൽ കൂടി പ്രവർത്തിക്കുന്നത്. അത് നിങ്ങളിൽ പലരും കണ്ടതാണല്ലോ. ഞാൻ അതത് സാഹചര്യത്തിന് അനുസൃതമായി ഏതു ഗുരുവിനും നിറയുവാൻ കഴിയുന്ന ഒരു ഒഴിഞ്ഞ പാത്രമാണ്. ഈ മനസ്സും ബുദ്ധിയും നമ്മുടെ നിലനിൽപ്പു തന്നെയായ മഹാഗുരുവിന് സമർപ്പിക്കപ്പെട്ടതാണ്. സമുചിതമായ അറിവ് സമുചിതമായ സമയത്ത് ഒഴുകി വരുന്നു. ഷിർദി സായി എന്നോട് സംസാരിക്കുന്നു. മഹാവതാർ ബാബാജി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ മറ്റൊരാളോട് സംസാരിക്കുന്നത് പോലെയല്ല, ഞാൻ എന്നോട് സംസാരിക്കുന്നത് പോലെയുള്ളതാണ്. അവരെല്ലാം എൻ്റെ ബോധത്തിൽ ഉള്ളവരാണ്. നാം പുറത്തുള്ള ഒരു സത്തയോട് സംസാരിക്കുമ്പോൾ ദ്വിത്വമുണ്ട്. ഇവിടെ എനിക്ക് അസ്തിത്വമില്ല. എൻ്റെ ബോധത്തിൽ എല്ലാ ഗുരുക്കന്മാരും ഉണ്ട്. ജ്ഞാനം ഒന്നുതന്നെയാണ്. തരുന്ന അറിവ് ഒന്നുതന്നെയാണ്. എൻ്റെ ബോധവുമായി ബന്ധം പുലർത്തുന്നവരും എൻ്റെ ബോധത്തെ അനുഭവിക്കുന്നു. ഞാൻ മാനസിക ബന്ധം പുലർത്തിയിട്ടുള്ളവരും എൻ്റെ ബോധത്തിൽ ഉൾപ്പെട്ടവരാണ്. അവർ ഞാനുമായി, അതുവഴി പ്രപഞ്ചത്തിലെ എല്ലാ ഗുരുക്കന്മാരുമായും ഏകത്വത്തിലാണ്. നാം എല്ലാം ഒന്നാണ്. ഒരു ദ്വിത്വവും ഉണ്ടാകുവാൻ കഴിയുകയില്ല. ഗുരു ഒരു തത്വമാണ്. ആ തത്വം അതിൻ്റെ ധർമ്മം ഉപേക്ഷ കൂടാതെ നിർവഹിക്കുന്നു. അത് പലരിൽ കൂടിയും പ്രവർത്തിക്കുന്നു. എല്ലാവരും ഒരേ തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു. എല്ലാവരും ഒന്നാണ്. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ എൻ്റെ ജീവിതം ഗുരു തത്വത്തിനുള്ള സേവനമാണ്. ഞാൻ അതാണ്. ഞാൻ എല്ലാമാണ്. ഞാൻ ഒന്നുമല്ല. ഞാനൊരു കണ്ണാടി പോലെയാണ്. എൻ്റെ മുന്നിൽ വരുന്ന ജനങ്ങളെയും ഗുരുക്കന്മാരെയും ഞാൻ പ്രതിഫലിക്കുന്നു.
എനിക്ക് പ്രത്യേകമായ വ്യക്തിത്വമില്ല. നിങ്ങൾ കാണുന്നത് സത്യമല്ല. എനിക്ക് അസ്തിത്വമില്ല. നാം ഉപയോഗിക്കുന്ന സങ്കേതങ്ങൾ ഭൂമിയിലെ ഒരു ഗുരുവും പഠിപ്പിച്ചതല്ല. അത് എന്നിലേക്ക് വന്നു ചേർന്നതാണ്, എന്നിൽ സംഭവിച്ചതാണ്. ശരീരികളും അശരീരികളുമായ പല ഗുരുക്കന്മാരുമായും ഞാൻ ബന്ധം പുലർത്തുന്നു. ജയ് മോഹൻജി. താങ്ക് യു.